തിരുവനന്തപുരത്തെ യു.ഡി.എഫിന്റെ മേയർ സ്ഥാനാർത്ഥി KS ശബരിനാഥിനൊപ്പമാണ് രാവിലെ തന്നെ പ്രചരണം തുടങ്ങിയല്ലേ? എങ്ങനെയുണ്ട് കവടിയാർ വാർഡിലെ ജനങ്ങൾ? നന്നായിട്ട് പോകുന്നുണ്ട്. എല്ലാ ദിവസവും നമ്മൾ രാവിലെ വീടുകൾ കയറുന്നൊരു മസ്റ്റ് തന്നെയാണ്. എന്താ ഇലക്ഷൻ തീരുന്നതിന് മുമ്പ് എല്ലാ വീടുകളും ഇവിടെ കയറുന്നുള്ള ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. നല്ല പ്രവർത്തകർ, നല്ല ശക്തമായിട്ടൊരു അടിത്തറ കോൺഗ്രസിനുള്ള ഒരു പ്രദേശമാണ്. നന്നായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അഭിമാന പോരാട്ടമാണ്, ഭരണം തിരിച്ചുപിടിക്കണം. തീർച്ചയായിട്ടും അഭിമാന പോരാട്ടമാണ്. കോൺഗ്രസ് മാത്രമല്ല, ഈ കഴിഞ്ഞ 50 വർഷമായിട്ട് ഈ നാട് ഈ പദ്ധതി വിഹിതം പോലും പൂർത്തിയാക്കാതെ നിർവഹിക്കാതെ ഒരു ആശയം ആവേശവും ഈ നഗരത്തിനെടുക്കുവാൻ LDFന് കഴിഞ്ഞിട്ടില്ല. ഒരു പുതിയൊരു വിഷൻ ഉണ്ടാകണം. ഞാൻ പലയിടത്തും പറയുന്ന പോലെ എല്ലാവർക്കും ജീവിക്കാൻ കഴിയുന്ന, സന്തോഷമായി ജീവിക്കാൻ കഴിയുന്ന നാളത്തെ ഒരു നഗരമായി തിരുവനന്തപുരത്തെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഒരു മുദ്രാവാക്യമായി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതോടൊപ്പം BJP എന്നുള്ള എക്സ്പെരിമെൻറ്റ് ത്രിതല പഞ്ചായത്തിൽ 2 ഇടത്ത് ജനങ്ങൾ അവസരം കൊടുത്തു. പാലക്കാട് മുനിസിപ്പാലിറ്റി, പന്തളം മുനിസിപ്പാലിറ്റി, 2 ഇടത്തും വളരെ മോശപ്പെട്ട ത്രിതല പഞ്ചായത്ത് ഭരണ സംവിധാനമായിരുന്നു. അപ്പോൾ കോൺഗ്രസ് ആണ് ശക്തമായിട്ടുള്ള ഒരു ബദൽ. അതിൽ നിന്നുകൊണ്ട് ഈ നാടിനെ ഭാവിയിലേക്കുള്ള നാടാക്കാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. മറുപക്ഷത്ത് പ്രഗത്ഭരും പരിചയസമ്പന്നരും ഒക്കെയാണ്. തീർച്ചയായിട്ടും. ഇപ്പോൾ UDFിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ തന്നെ ഈ നഗരത്തിൻ്റെ ഒരു പരിച്ഛേദമുണ്ട്. ആശാ വർക്കർമാർ മുതൽ IT സെക്ടറിലെ എംപ്ലോയീസ് വരെയുള്ള ഒരു നഗരം എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് നമ്മുടെ സ്ഥാനാർത്ഥി പട്ടികയും. മറ്റ് സ്ഥാനാർത്ഥി പട്ടികയിലും സ്വാഭാവികമായിട്ടും ആ മോഡൽ ധാരാളം ആളുകൾ വന്നിട്ടുണ്ട്. പക്ഷേ തീർച്ചയായിട്ടും വികസനവും രാഷ്ട്രീയവും ഭാവി കേരളത്തിലേക്കും ഉള്ള കാഴ്ചപ്പാടും പറഞ്ഞുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഒരുപടി മുന്നേ നടത്തിയ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും പ്രചാരണവും അത് എത്രത്തോളം കോൺഗ്രസിന് അനുകൂലമായി തീരും? അത് വളരെ നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം ഈ ചുമരെഴുതിയത് മുതൽ പ്രീ വർക്ക് മുതൽ പോസ്റ്റർ ഒട്ടിക്കുന്ന മുതൽ പ്രവർത്തകർ ഫസ്റ്റ് റൗണ്ട് വീടുകളിൽ പോകുന്നത് വരെ ഒക്കെ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇത് കോൺഗ്രസിനെ സംബന്ധിച്ച് സാധാരണ 21-ാം തീയതിയാണ് നോമിനേഷൻ തീർക്കാനുള്ളത്. സാധാരണഗതിക്ക് കോൺഗ്രസിന് സ്ഥാനാർത്ഥിക്ക് ചിഹ്നം കിട്ടുന്നത് 19-ാം തീയതി ആയിരിക്കും. എല്ലാവരും ഓടിച്ചെന്ന് അവസാന ബസ്സിൽ പോയി സ്ഥാനാർത്ഥി നിർത്തുകയാണ്. ഇന്ന് നമ്മൾ വി ആർ സിറ്റിംഗ് ഓൺ 10. നമ്മൾ 3-ാം തീയതി 4-ാം തീയതി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. എന്നാൽ ഇലക്ഷൻ നോമിനേഷൻ കൊടുക്കുന്നതിന് ഏകദേശം ഒരു 18 ദിവസങ്ങൾക്ക് മുമ്പ് സ്ഥാനാർത്ഥികളെ 90% സ്ഥലങ്ങളിൽ നിശ്ചയിച്ചെന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. അതെന്തായാലും കോൺഗ്രസ് ഇത്തവണയുള്ള ഒരു ഗുണം തിരുവനന്തപുരം കോർപ്പറേഷൻ മാത്രമല്ല എല്ലാ ലോക്കൽ ബോഡികളിലും ഉണ്ടാകുമെന്ന് എൻ്റെ വിശ്വാസം. ഒരു നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് ഒരു നഗരസഭാ വാർഡിലേക്ക് എത്തി നിൽക്കുമ്പോൾ എന്തെങ്കിലും മാറ്റങ്ങളോ പ്രത്യേകതകളോ ഒക്കെ തോന്നുന്നുണ്ടോ? അല്ല, എല്ലായിടത്താണെങ്കിലും ഞാൻ എപ്പോഴും പറയും, ഏത് പോസ്റ്റ് ആണെങ്കിലും, അത് പ്രധാനമന്ത്രി ആണെങ്കിലും മുഖ്യമന്ത്രി ആണെങ്കിലും MLA ആണെങ്കിലും MP ആണെങ്കിലും വാർഡ് മെമ്പർ ആണെങ്കിലും ജനങ്ങളുമായി ഗ്രൗണ്ടറായിരിക്കണം, ജനങ്ങളുമായി ബന്ധം ഉണ്ടാക്കണം. ഞാൻ എൻ്റെ പൊളിറ്റിക്കൽ കരിയറിൽ പാർലമെൻറ്റേറിയൻ എന്നുള്ള ഒരു നിയമസഭാംഗം എന്നുള്ള കരിയറിലൊക്കെ ഞാൻ ഗ്രൗണ്ടഡായി നിൽക്കുന്ന ഒരാളാണ്. ഞാനിപ്പം ദൈവസഹായിച്ച് ഈ കവടിയാർ വാർഡ് വന്നപ്പോൾ ഇവരുടെ സ്വീകരിക്കാനുള്ള കാരണം ഞാൻ ഈ അരുവിക്കര പോകുന്ന വഴിക്ക് ഷോർട്ട് കട്ട് വരുന്ന വഴി. അപ്പോൾ ഞാൻ എപ്പോഴും ഇറങ്ങുന്ന ഒരാളാണ്. അറിഞ്ഞോ അറിയാതെയോ എന്ത് കിടന്നാലും കവടിയാർ അത്യാവശ്യം മരണം, കല്യാണമാവട്ടെ, ഇവരുടെ വീടുകളിലെ സുഖദുഃഖങ്ങളാവട്ടെ, അല്ലെങ്കിൽ ജംഗ്ഷനിൽ പോയി വരുന്ന ഒരാളാണ് ഞാൻ. കൊച്ചുനാൾ മുതലേ ഞാൻ എപ്പോഴും പറയും, ഞാനൊരു ഒരു ഒരു സ്കൂളിൽ പഠിക്കുന്ന സമയം മുതൽക്കേ എൻ്റെ ഫ്രണ്ട്സ് അടക്കം ഞാൻ ഈ വരുന്നൊരു പ്രദേശമാണ്. അതുകൊണ്ടൊരു അപരിചിത്വം ഇല്ല, പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യമില്ല. പിന്നെ നമ്മളെങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് വെളിയിൽ നിൽക്കുന്നത്. അതിന് വേറൊരു ഇതൊന്നുമില്ല. അത് ജനങ്ങൾക്കത് മനസ്സിലാകുന്നുള്ളത് എൻ്റെ വിശ്വാസം. പിന്നെ നല്ലൊരു ടീം ഇവിടെയുണ്ട്. ടീം കവടിയാറായിട്ട് നിൽക്കുകയാണ്. തീർച്ചയായിട്ടും നല്ല ഭൂരിപക്ഷത്തിൽ നമ്മളിവിടെ ജയിക്കും, ഈ കോർപ്പറേഷനും പിടിക്കും. എത്ര സീറ്റാണ് പ്രതീക്ഷ? സീറ്റൊന്നും കണക്കിലേക്ക് കണക്കുന്നില്ല. ഒന്നാമതായി UDF വരും. കണക്ക് പറയാനുള്ള സമയമായിട്ടില്ല. പക്ഷെ ഒന്നാമതായി തീർച്ചയായിട്ടും UDF വരും. കോൺഗ്രസിൻ്റെ ഒരു മേയർ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഭാവിയിലേക്ക് നയിക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അരുവിക്കരയിലോട്ട് ഒരു മടക്കമുണ്ടോ? എന്നോടിപ്പോൾ പാർട്ടി പറഞ്ഞിരിക്കുന്നത് ഇവിടെ മത്സരിക്കുക, ജയിച്ച് കോൺഗ്രസിൻ്റെ മുഖമായി നിൽക്കുക എന്നുള്ളതാണ്. അതിൽ 100% കമ്മിറ്റഡായിട്ട് നിൽക്കുന്ന ഒരാളാണ് ഞാൻ. എന്നെ അറിയാവുന്ന ആളുകൾക്ക് പറയാം, 100% കമ്മിറ്റ്മെൻറ്റിൽ ആ പ്രവർത്തനമായി മുന്നോട്ട് പോവുകയാണ്. തുടർന്നും മുന്നോട്ട് പോകും. എല്ലാവിധ ആശംസകളും നേടുകയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അഭിമാന പോരാട്ടമാണ്. ഭരണം തിരിച്ചു പിടിക്കണം, 10 എന്ന കണക്കിൽ നിന്ന് നില മെച്ചപ്പെടുത്തണം. എന്തായാലും വലിയ പോരാട്ടം തിരുവനന്തപുരം നഗരസഭയിൽ കാണാൻ കഴിയും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ക്യാമറമാൻ ഷാൻ JS-നൊപ്പം സൂര്യഗായത്രി, കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.